ധ്യാൻ പി വി ഹാസ്. ഇവരൊന്നും ബ്രേക്കും വേണ്ട ഇവർക്ക്. റെഡി ആണെങ്കിൽ എങ്ങനെ കാണിക്കണം എന്നാ പറഞ്ഞത്? റെഡി ആണെങ്കിൽ എല്ലാവരും കാണിച്ചേ ഒന്ന്. ആർ യു റെഡി? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് മൈ ഫാമിലി ആണ് അല്ലേ? മൈ ഫാമിലി ആൻഡ് ഐ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ടിൻഡിൻ എന്ന് പറയുന്ന ഒരു ബേബി അവന്റെ ഫാമിലിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. I am Tintin. I am a baby. I live with my grandparents, parents, brother and sister. They are my family. അല്ലേ? ടിൻടിൻ പറയാണ് ഞാനൊരു ബേബി ആണ്. I live with my grandparents. അല്ലേ? ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെയും പാരൻസിന്റെയും ബ്രദർ ആൻഡ് സിസ്റ്ററിന്റെയും കൂടെയാണ് താമസിക്കുന്നത് അല്ലേ? അപ്പൊ എൻ്റെ ഫാമിലിയില് മൈ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, ബ്രദർ ആൻഡ് സിസ്റ്റർ ഉണ്ട് അല്ലേ? ടിൻടിൻ പറയാണ് ഐ എം എ ബേബി. ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്, പാരൻസ്, ബ്രദർ ആൻഡ് സിസ്റ്റർ. ദേ ആർ മൈ ഫാമിലി അല്ലേ? എൻ്റെ ഗ്രാൻഡ് പാരൻസും പാരൻസും ദെൻ ബ്രദറും സിസ്റ്ററും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എൻ്റെ ഫാമിലി എന്നാണ് ആര് പറയുന്നേ? ടിൻടിൻ പറയുന്നത് അല്ലേ? ദ പീപ്പിൾ ഇൻ എ ഫാമിലി ലവ് വൺ അനദർ അല്ലേ? നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാര് പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഒരാള് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു അല്ലേ? നമുക്ക് നമ്മുടെ പാരൻസിനെ ഇഷ്ടാണ്, നമ്മുടെ പാരൻസിന് നമ്മളെ ഇഷ്ടാണ് അല്ലേ? നമുക്ക് ഗ്രാൻഡ് പാരൻസിനെ ഇഷ്ടാണ്, ഗ്രാൻഡ് പാരൻസിന് നമ്മുടെ പാരൻസിനെ ഇഷ്ടാണ്, നമ്മളെ ഇഷ്ടാണ് അല്ലേ? അങ്ങനെ എല്ലാവരും പരസ്പരം ലവ് ചെയ്യുന്നുണ്ടല്ലേ ഒരു ഫാമിലിയില്? എല്ലാവരും വൺ അനദർ എന്താണ്? എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെടുന്നു അല്ലേ? അതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അല്ലേ? എല്ലാവർക്കും ഫാമിലി ഇഷ്ടല്ലേ? നമ്മുടെ ഫാമിലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അതുപോലെ എല്ലാവരും ഈച്ച് അതർ അല്ലേ? പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫാമിലി അല്ലേ? ഇങ്ങനെയാണ് നമ്മളെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ പേര് പറയാ. Then I live with my grandparents. Grandparents വീട്ടിൽ ഉണ്ടെങ്കിൽ grandparents ഉണ്ട് എന്ന് പറയാ. Then parents ഉണ്ട്, brother and sister ഉണ്ട് അല്ലേ? They are my family അല്ലേ? ഇവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എൻ്റെ ഫാമിലി. ഓക്കെ, നമ്മുടെ ഫാമിലിയില് ആരൊക്കെയുണ്ട്? I am അല്ലേ? പേര് പറയാ. Then ആരൊക്കെ ഉണ്ട് എന്ന് പറയാ അല്ലേ? How many members ഉണ്ട് എന്ന് പറയാ അല്ലേ? Who are they അല്ലേ? എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവർ ആരൊക്കെയാണെന്ന് പറയണം അല്ലേ? ഓക്കെ, is it clear? മനസ്സിലായോ മക്കളെ? ഇത് മനസ്സിലായോ? ഓക്കെ അല്ലേ? നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതല്ലേ? നമ്മുടെ ഫാമിലിയിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയണത് അല്ലേ? പാരൻസും ഗ്രാൻഡ് പാരൻസും അങ്ങനെ കുറെ പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ. ഓക്കെ, അപ്പൊ നമ്മള് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലേ? നമ്മൾ ആരാണെന്ന് പറയാൻ വേണ്ടി പഠിച്ചു. നമ്മുടെ പേര്, നമ്മുടെ ക്ലാസ്, നമ്മുടെ ഏജ്, നമ്മുടെ വീട് എവിടെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ബോഡി പാർട്സും പഠിച്ചു അല്ലേ? ബോഡി പാർട്സ് ഏതൊക്കെയാണ്? ബോഡി പാർട്സ് ആരാ ഒന്ന് കാണിക്കുക നന്നായിട്ട്? ആരാ? നഹ്ല, നെയ്ജൽ ടീച്ചർ കണ്ടു, ഞാൻ വിളിക്കാട്ടോ. നഹ്ല മോളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ. ഓക്കെ, പ്ലീസ് എവരിബഡി ലിസൺ. നഹ്ലനെ എല്ലാവരും ശ്രദ്ധിക്കുക, നഹ്ല പറയുന്നത് എല്ലാവരും കേൾക്കുക. ഓക്കെ നഹ്ല, ഓക്കെ കണ്ടിന്യൂ മോളെ. Head, everybody touch your head. Head, eyes, nose, mouth, ears,
neck, stomach, leg, foot, ഷോൾഡർ ഉണ്ടല്ലേ ഷോൾഡർ എൽബോ ഷോമിയോ എൽബോ എൽബോ ഏതാണ് ഓക്കെ എൽബോ ഉണ്ട് നീ ഉണ്ട് ഓക്കെ ആം ഉണ്ടല്ലേ ആം then okay okay Nahla very good okay മോളെ okay very good അപ്പോ നമ്മൾ ബോഡി പാർട്സ് ഒക്കെ ചോദിച്ചാ കൃത്യമായിട്ട് പറയല്ലേ ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ട് എന്നൊക്കെ പറയല്ലേ ബോഡി പാർട്സ് എഴുതാൻ അറിയോ എല്ലാവർക്കും ഹെഡും ഷോൾഡറും ഒക്കെ എഴുതാൻ പഠിക്കണ്ടേ അറിയോ അല്ലേ ഓക്കെ അപ്പോ ഹെഡ് ഉണ്ട് ഇയർ ഉണ്ട് മൗത്ത് നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അല്ലേ ഹെഡ് ഇയർ മൗത്ത് ഐ അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് നന്നായിട്ട് ഇത് എഴുതി ഒന്ന് പഠിക്കണം കേട്ടോ ഹെഡ് ഇയർ മൗത്ത് ഇന്നൊരു കാര്യം ചെയ്യാ ഇന്ന് നിങ്ങള് അതായത് ഹെഡ് ഇയർ മൗത്ത് ഷോൾഡർ ഐ നോസ് നെക്ക് ഇത്ര എഴുതിയിട്ട് എഴുതണം നോട്ട്ബുക്കിൽ കേട്ടോ ഇത്ര നോട്ട്ബുക്കിൽ എഴുതുക എന്നിട്ട് ടീച്ചർക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം നന്നായിട്ട് എഴുതണം ഇന്ന് ഇത്ര എഴുതിയാ മതി ഡെയിലി നമുക്ക് കുറച്ചായിട്ട് എഴുതാൻ പഠിക്കാം അല്ലേ ഇന്ന് അത് നോക്കിയിട്ട് നന്നായിട്ട് ഹെഡ് ഇയർ മൗത്ത് ഷോൾഡർ ഐ നോസ് നെക്ക് എത്ര എണ്ണമായി 2 4 6 7 എണ്ണമായി അല്ലേ 10 എണ്ണം എഴുതിക്കൂടെ നമുക്ക് ഒരു ദിവസം എഴുതാം അല്ലേ അപ്പൊ ഹെഡ് എഴുതുക ഇയർ എഴുതുക മൗത്ത് ഷോൾഡർ ഐ നോസ് നെക്ക് ചെസ്റ്റ് എഴുതുക എൽബോ സ്റ്റൊമക്ക് ഈ 10 എണ്ണം എഴുതുക ആദ്യം കാണുന്നതില്ലേ ആദ്യം കാണുന്ന 10 എണ്ണം നമ്മൾ എഴുതി വെക്കുക ഹെഡ് ഇയർ മൗത്ത് ഷോൾഡർ ഐ നോസ് നെക്ക് ദെൻ ചെസ്റ്റ് എൽബോ സ്റ്റൊമക്ക് കണ്ടോ ഇത്രയും നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുക നന്നായിട്ട് എഴുതുക പാരന്റ്സ് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നമ്മൾ പഠിക്കണം അല്ലേ അപ്പോ അത്രയും നമ്മൾ എഴുതുക നോട്ട്ബുക്കിൽ ഇത് നോക്കി നോട്ട്ബുക്കിലേക്ക് ഓരോ ലെറ്ററും പറഞ്ഞിട്ട് എഴുതുക ഓക്കെ പറ്റൂലേ ബുദ്ധിമുട്ടുണ്ടോ യെസ് അല്ലേ ഇഷാൻ പറ്റില്ലേ മോനെ ഓക്കെ ഡൺ ഇത്ര എഴുതുക എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അത്ര പോരെ എഴുതുക നന്നായിട്ട് പറയാ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് സ്പെല്ലിംഗ് ഒക്കെ നന്നായിട്ട് പറയാ അല്ലേ അത്രയും പറഞ്ഞിട്ട് ആ 10 എണ്ണം നോട്ട്ബുക്കിൽ എഴുതുക ടീച്ചർക്ക് സെൻഡ് ചെയ്യുക ദെൻ നമ്മള് ബോഡി പാർട്സ് പറഞ്ഞു വാട്ട് ദേ ഡു അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഹെഡ് ലെഗ് കൊണ്ട് എന്താ ചെയ്യാ ലെഗ് വാക്ക് ചെയ്യാൻ ലെഗ് യൂസ് ചെയ്യുന്നു ദെൻ എഴുതാൻ വേണ്ടി ഹാൻഡ്സ് യൂസ് ചെയ്യുന്നു ലിസൺ മ്യൂസിക്കും എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മള് ഇയേഴ്സ് യൂസ് ചെയ്യുന്നു ദെൻ റീഡ് ചെയ്യാൻ വേണ്ടി ഐസ് യൂസ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ ഫർഹ ഈറ്റ്സ് ഹെർ ലഞ്ച് ഷീ യൂസസ് ഹെർ മൗത്ത് ടു ഈറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഫർഹ മൗത്ത് യൂസ് ചെയ്യുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ദെൻ നമ്മൾ നമ്മുടെ ഫാമിലിനെ കുറിച്ചും പറഞ്ഞു ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് അല്ലേ ബേബി ഉണ്ട് ബ്രദർ ഉണ്ട് സിസ്റ്റർ ഉണ്ട് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഇത്രയും ക്ലിയർ അല്ലേ അല്ലേ ഓക്കെ നന്നായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഐ ആം ടിൻഡിൻ ഇത് നന്നായിട്ട് പഠിക്കണം ഐ എം എ ബേബി ആണല്ലേ ടിൻഡിൻ എന്ന് പറയുന്നത് ഒരു ബേബി ആണല്ലേ ഐ ലീവ് വിത്ത് മൈ ഗ്രാൻഡ് പാരന്റ്സ് ബ്രദർ ആൻഡ് സിസ്റ്റർ ദേ ആർ മൈ ഫാമിലി അല്ലേ എന്റെ ബ്രദറും എന്റെ സിസ്റ്ററും എന്റെ ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് എന്റെ ഫാമിലി അല്ലേ ഫാമിലി എന്ന് പറഞ്ഞാല് 2 ടൈപ്സ് ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞല്ലേ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട് ജോയിന്റ് ഫാമിലി ഉണ്ട് അല്ലേ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാല് എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു അല്ലേ പാരന്റ്സ് ഉണ്ട് ഗ്രാൻഡ് പാരന്റ്സ് ബ്രദർ സിസ്റ്റർ പിന്നെ നമ്മുടെ പാരന്റ്സിന്റെ ബ്രദർ സിസ്റ്റർ അവരുടെ ചിൽഡ്രൻസ് അങ്ങനെ ഒത്തിരി പേര് ഒന്നിച്ച് താമസിക്കുന്നതിനാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയാ പിന്നെ പാരന്റ്സും ചിൽഡ്രൻസും മാത്രം ഉള്ളതാണെങ്കിൽ നേജൽ ജോസഫ് വാട്ട് ആർ യു ഡൂയിങ് there listen here okay
അപ്പോ കുറച്ച് പേര് മാത്രം അല്ലേ, പേരൻസും അവരുടെ പേരൻസും ചിൽഡ്രൻസും കൂടെ മാത്രം താമസിക്കുന്നതിന് ചെറിയ ഫാമിലി ആണ് അല്ലേ, ഇറ്റ്സ് എ സ്മോൾ ഫാമിലി അല്ലേ. കൂടുതൽ പേർക്കും സ്മോൾ ഫാമിലി ആയിരിക്കും അല്ലേ ഉണ്ടാവുക. പേരൻസ് ഉണ്ടാവും, ദെൻ നമ്മൾ ഉണ്ടാവും അല്ലേ, നമ്മുടെ ഒരു ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടാവും കൂടെ അല്ലേ. അതിനെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാ. ചെറിയ ഫാമിലി ആണത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് തിങ്സ് വി ഡു ആണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഒന്ന് നോക്കിയേ. നെക്സ്റ്റ് പേജ് തിങ്സ് വി ഡു എന്ന് കണ്ടോ? കുറെ പിക്ചേഴ്സും കാണുന്നില്ലേ? ഉണ്ടല്ലേ. തിങ്സ് വി ഡു കണ്ടോ എല്ലാവരും? എല്ലാവരും കണ്ടല്ലേ? കുറച്ച് കുട്ടികൾ ചെയ്യുന്ന കുറച്ച് ആക്ഷൻസ് ഉണ്ടല്ലേ അവിടെ. കുറച്ച് പേര് അവിടെ എന്തൊക്കെയോ ചെയ്യുന്ന ഓരോ പിക്ചേഴ്സ് കാണുന്നുണ്ടല്ലേ. ആദ്യത്തെ പിക്ചർ കണ്ടു അല്ലേ? അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ലത കീപ്സ് ഹെർ റൂം ക്ലീൻ അല്ലേ. എന്താണ് ചെയ്യുന്നത് ലത? ലത ഇസ് ദ നെയിം ഓഫ് ദിസ് ഗേൾ അല്ലേ. ദിസ് ഗേൾ ഈസ് ലത. ലത എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ പേരാണ് അല്ലേ. ലത ഈസ് കീപ്സ് ഹെർ റൂം ക്ലീൻ. അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളുടെ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ ഓരോ ഗുഡ് ഹാബിറ്റ്സ് ആണ് അല്ലേ, നല്ല ശീലങ്ങളാണിത് അല്ലേ. റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഗുഡ് ആണോ ബാഡ് ആണോ? ഗുഡ് ആണല്ലേ. നന്നായിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം, റൂം എന്നല്ല നമ്മുടെ വീട് മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം അല്ലേ. അല്ലേ, അതിനെയാണ് അതൊരു ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ, നല്ല ശീലമാണ്. അപ്പോ ലത കീപ്സ് ഹെർ റൂം ക്ലീൻ അല്ലേ. ലത അവളുടെ റൂം എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും അല്ലേ. ദെൻ രാജ ഡസ് ഹിസ് ഹോംവർക്ക് അല്ലേ. രാജ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ? ഹോംവർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അതും ഒരു ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ. നിങ്ങളെ പോലുള്ള ഒരു കുട്ടിയാണ് ലത. ഷീ കീപ്സ് ഹെർ റൂം വെരി ക്ലീൻ ആൻഡ് നീറ്റ് അല്ലേ. എല്ലാവരും അവരുടെ റൂം നന്നായിട്ട് സൂക്ഷിക്കാറില്ലേ? വെറുതെ വലിച്ചു വാരി ഇടുകയാണോ ചെയ്യാ? അല്ല അല്ലേ, നന്നായിട്ട് സൂക്ഷിക്കാറില്ലേ? നന്നായിട്ട് സൂക്ഷിക്കുന്ന എത്ര പേരുണ്ട് എന്നൊന്ന് കൈ ഉയർത്തിയേ നോക്കട്ടെ. സമജ്ന, അംന, ഫാത്തിമ, ഷൻസ, ഫാത്തിമ എല്ലാരും ഉണ്ടല്ലേ. ക്രിസ്റ്റി ഉണ്ട്, ഭവിക ഉണ്ട്, ലക്ഷ്മി ഉണ്ട്. എല്ലാവരും നന്നായിട്ട് ധ്യാനം ഉണ്ട്, ദെൻ അഭിരാമി, എല്ലാവരും ഉണ്ടല്ലേ. എല്ലാവരെയും കണ്ടു ടീച്ചർ. എല്ലാവരും അവരുടെ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും അല്ലേ. അല്ലേ? അപ്പോ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഒരു ഗുഡ് ഹാബിറ്റ് ആണ്, നല്ല ശീലമാണ് അല്ലേ. റൂമൊക്കെ ചുമ്മാ വലിച്ചു വാരി ഇടാതെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം അല്ലേ. അത് ഒരു നല്ല ശീലമാണ് അല്ലേ. ദെൻ രാജ ഡസ് ഹിസ് ഹോംവർക്ക് അല്ലേ. നെക്സ്റ്റ് വണ്ണിൽ പറയുന്നത് എന്താണ്? രാജ ഡസ് ഹിസ് ഹോംവർക്ക് എന്ന് പറയും അല്ലേ. രാജ അവന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തു അല്ലേ. ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നതും ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ, നല്ല ശീലമാണ്. ടീച്ചർ ഹോംവർക്ക് തന്ന ഉടനെ ബുക്കെല്ലാം മടക്കി വെച്ച് കളിക്കാൻ പോകാതെ ആദ്യം നന്നായിട്ട് എല്ലാം എഴുതി നല്ല റെഡി ആക്കി വെച്ച ശേഷം മാത്രം എണീറ്റ് പോവുക. അപ്പൊ പിന്നെ നമുക്ക് പ്രോബ്ലം ഇല്ലല്ലോ, നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം അല്ലേ. ഫിയോണ മരിയ, വാട്ട്സ് ദ പ്രോബ്ലം there? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഫിയോണ. ഇപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഫിയോണ എന്തുകൊണ്ടാ കേൾക്കാത്തേന്ന് അറിയില്ല മോളെ. മറ്റെല്ലാവർക്കും കേൾക്കുന്നില്ലേ?
ഇഫ് എനി പ്രോബ്ലം, ആർക്കെങ്കിലും കേൾക്കാത്ത പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലേ? ഫിയോണ, എന്തേലും നെറ്റ് പ്രോബ്ലം ആയിരിക്കും ഫിയോണ. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തത്, കേൾക്കുന്നില്ല. മോളെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ മോളെ? ഉണ്ടോ? അമ്മേ കമ്മല് അറിയില്ല മോളെ ഫിയോണ, എന്തെങ്കിലും റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. മറ്റെല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫിയോണയുടെ റേഞ്ച് അത്ര, നെറ്റ് അത്ര സ്റ്റേബിൾ അല്ലാന്ന് തോന്നുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തത് എന്താണ്? ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ലത എന്ന് പറയുന്ന ഒരു ഗേൾ, നിങ്ങളെ പോലെയുള്ള ഒരു ഗേൾ അല്ലേ? പാർവണയെയും ഗൗരിനന്ദയെയും ഏഞ്ചലിനെയും, ഏഞ്ചൽ where are you going dear? ഏഞ്ചൽ, ഓക്കെ, എല്ലാവരെയും പോലെ നിങ്ങളെ പോലെ നമ്മുടെ ഗേൾസിനെ പോലെയുള്ള ഒരു ഗേൾ ആണ് ലത. what she do? അവൾ എന്താണ് ചെയ്യണത്? she is keeps her room clean അല്ലേ? അവൾ എപ്പോഴും അവളുടെ റൂം നല്ല ക്ലീൻ ആയിട്ട് വെക്കാറുണ്ട് അല്ലേ? then next one is രാജ does his homework അല്ലേ? രാജ അവന്റെ ഹോംവർക്ക് ഒക്കെ നന്നായിട്ട് ചെയ്തു. ടീച്ചർ പറഞ്ഞ ഉടനെ തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്തു വെച്ചു. ക്ലാസ് കഴിഞ്ഞ ഉടനെ ടെക്സ്റ്റ് എല്ലാം അടച്ചു വെച്ച് എണീറ്റ് പോകാതെ നന്നായിട്ട് ഹോംവർക്ക് എല്ലാം ചെയ്ത ശേഷമാണ് രാജ കളിക്കാൻ പോവുക. അതൊരു ഗുഡ് ഹാബിറ്റ് ആണ്. നമ്മൾ വേഗം നമുക്കുള്ള ഹോംവർക്ക് ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരൻസ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവോ? ഇല്ലല്ലോ. ചെയ് നിനക്ക് വർക്കില്ലേ, നീ എന്താ വർക്ക് ചെയ്യാത്തെന്നെല്ലാം ചോദിച്ച് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യോ? ഇല്ല അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് വേണം? ആദ്യം തന്നെ നമ്മൾ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രം എണീറ്റ് പോവുക. ഓക്കെ, then സുദീപ് ലിസൺസ് ടു മ്യൂസിക് അല്ലേ? സുദീപ് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂസിക് കേൾക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ മ്യൂസിക്? മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഓക്കെ, അതുപോലെ സുദീപ് എന്ത് ചെയ്യുന്നു? മ്യൂസിക് ലിസൺ ചെയ്യുന്നു അല്ലേ? അതും ഒരു നല്ല കാര്യമാണ്. നമ്മള് മ്യൂസിക് ഒക്കെ കേൾക്കുന്നത് നമ്മുടെ മൈൻഡിനെ കൂടുതൽ ഹാപ്പി ആക്കും അല്ലേ? നല്ല സോങ് ഒക്കെ കേട്ടാല് നമ്മുടെ മനസ്സിന് നല്ല ആക്റ്റീവ് ആവും അല്ലേ നമ്മള്? അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് മ്യൂസിക് ഒക്കെ കേൾക്കണം അല്ലേ? മ്യൂസിക് നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സുദീപ് ലിസൺസ് ടു മ്യൂസിക്. then അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ അല്ലേ? അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ. പ്ലേ ഫുട്ബോൾ എന്ന് വെച്ചാൽ എന്താ? പ്ലേയിങ് ഫുട്ബോൾ, ഫുട്ബോൾ കളിക്കുക അല്ലേ ഷാൻ? പ്ലേ ഫുട്ബോൾ എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കുക എന്നാണ് മീനിങ്. ആരൊക്കെയാണ് ഫുട്ബോൾ കളിക്കണത്? അലി ആൻഡ് ടോം, they are two friends അല്ലേ? both are very close friends. Tom and Ali, the both are very close friends. They are playing football അല്ലേ? അവര് എന്താണ്? ഫുട്ബോൾ കളിച്ചു അല്ലേ? അലിയും ടോമും രണ്ടുപേരും കൂടെ ഫുട്ബോൾ കളിച്ചു അല്ലേ? നമ്മൾ കളിക്കാൻ പോവാറില്ലേ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോകും അല്ലേ? അതുപോലെ അലി ആൻഡ് ഫ്രണ്ട്സ്, they are two close friends ആണ് അല്ലേ? അലിയും ടോമും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരെന്താക്കുന്നു? ഫുട്ബോൾ കളിക്കുന്നു അല്ലേ? ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ് അല്ലേ? കളിക്കുന്നത് നല്ലതാണല്ലേ? നമുക്ക് ഫിസിക്കലായിട്ട് ഒത്തിരി ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഫുട്ബോൾ. അതുപോലത്തെ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആവുന്നത് വളരെ നല്ലതാണല്ലേ? നമുക്ക് ഫുട്ബോൾ ഒക്കെ കളിക്കാൻ വേണ്ടി ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും വോളിബോൾ എല്ലാം കളിക്കാൻ ഇഷ്ടമല്ലേ? ബോയ്സിന് കുറച്ചുകൂടി ഇഷ്ടം ഉണ്ടാവും അല്ലേ? ഗേൾസിനേക്കാൾ ചിലപ്പോ ബോയ്സിന് ഇഷ്ടം ഉണ്ടാവും അല്ലേ കളിക്കാൻ പോവാൻ വേണ്ടി?
ഇല്ലേ? അപ്പൊ നമ്മൾ എന്താക്കണം? കളിക്കാനും അത്യാവശ്യം പോകണം. എപ്പോഴും പഠിച്ചാൽ മാത്രം പോരാ അല്ലേ? പഠിക്കണം പഠിക്കണം എന്ന് പറയും അല്ലേ? എന്നാലും നന്നായിട്ട് കളിക്കുകയും ചെയ്യണം. കളിക്കുന്നത് നമ്മുടെ ഫിസിക്കലി നല്ല ഹെൽത്ത് കൂട്ടും അല്ലേ? നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കളിക്കുന്നത്. സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ളത് വളരെ നല്ല കാര്യമാണ് അല്ലേ? അപ്പോ അലി ആൻഡ് ടോം they are two close friends ആണ് അവര്. അലി ആൻഡ് ടോം they play football അല്ലേ? അവർ രണ്ടുപേരും ഫുട്ബോൾ കളിച്ചു അല്ലേ? then സീമ sings and dances. എന്ത് ചെയ്യുന്നു? സീമ ഉണ്ടല്ലേ അവിടെ? സീമേനെ കണ്ടോ എല്ലാവരും? ഒന്ന് നോക്കിയേ. who is സീമ? കണ്ടു അല്ലേ? നമ്മുടെ ഗേൾസിനെ പോലെ നല്ലൊരു സുന്ദരിയായിട്ടുള്ള കുട്ടിയാണല്ലേ സീമ? കണ്ടോ സീമേന്റെ പിക്ചർ കണ്ടോ? നല്ലൊരു ചുന്ദരി മോളാണത് സീമ. നമ്മുടെ യുകെജിലെ ഗേൾസിനെല്ലാം പോലെ നല്ലൊരു ചുന്ദരിയായ ഒരു ഗേളാണ് സീമ അല്ലേ? അവൾ എന്താ ചെയ്യുന്നത്? സിങ്സ് ആൻഡ് ഡാൻസസ് അല്ലേ? പാട്ട് പാടുന്നോണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര പേരുണ്ട് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നേ? സർഗ മോളെ ചിരിക്കുന്നുണ്ടല്ലോ. മോള് ഡാൻസ് ചെയ്യും പാട്ട് പാടുകയും ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? സാബ് ചെയ്യാറുണ്ട്, ഭവികയും ചെയ്യാറുണ്ട്, സമജ്ന ഉണ്ട്. എല്ലാവരെയും കണ്ടു അല്ലേ? ധനലക്ഷ്മി ഉണ്ട്, ഗോഡ്വിൻ ഉണ്ട്, ക്രിസ്റ്റി ജോസഫ് ഉണ്ട്. എല്ലാവരും ഷൻസ ഫാത്തിമ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പാട്ടും പാടി ഡാൻസും ചെയ്യും അല്ലേ? ഈ ക്ലാസ് ഇപ്പൊ കഴിയും. ടീച്ചർക്ക് ഒരു പാട്ടും പാടി ഒരു ഡാൻസും ആരാ ചെയ്തു തരുന്നേ നോക്കട്ടെ. ആരാണ് നല്ല മിടുക്കൻ നോക്കട്ടെ? നല്ലൊരു പാട്ടും പാടി ഒരു ഡാൻസ് ചെയ്ത് കാണിക്കുക. ഇപ്പൊ ആരാ നോക്കട്ടെ? ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരാള്. ഇപ്പൊ ഇത് കഴിയും. അത് കഴിഞ്ഞ ഉടനെ ഒരാൾ ഒരു പാട്ടും പാടും ഡാൻസും ചെയ്യും അല്ലേ? എല്ലാവരും പാട്ടും പാടി ഡാൻസും ചെയ്യുന്ന ഇപ്പൊ ടീച്ചറോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ടീച്ചർ നോക്കട്ടെ ആരാ നന്നായിട്ടെന്ന്. എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം, എല്ലാവർക്കും ഡാൻസ് ചെയ്യാനും അറിയാം അല്ലേ? ഗുഡ് ബോയ്സ് ആണ് എല്ലാവരും, ഗുഡ് ഗേൾസ് ആണ്, നല്ല കുട്ടികളാണല്ലേ? അമ്ന ഫാത്തിമ തുടങ്ങിയല്ലേ? അമ്ന ആയിട്ടില്ല മോളെ, ഈ ക്ലാസ് കഴിയട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങളെ പോലുള്ള ഒരു മിടുക്കി കുട്ടിയായ സീമ സിങ്സ് ആൻഡ് ഡാൻസസ് അല്ലേ? സിംഗ് എന്ന് വെച്ചാ എന്താ? പാട്ട് പാടുക അല്ലേ? പാട്ട് പാടുന്നുണ്ട്, അതേസമയം ഡാൻസും ചെയ്യുന്നുണ്ടല്ലേ? അപ്പോ നമുക്ക് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇതിലൊന്നുമില്ല, നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് നമ്മുടെ ഹാബിറ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. റൂം ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോ ടീച്ചർ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ പോകുന്നത് എന്തിനാണ് ഇനി നമ്മൾ പോവുക? ഇനി നമ്മള് ഡാൻസും പാട്ടുമാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗോഡ്വിന്റെ ഒക്കെ ചിരി നോക്ക്. ഗോഡ്വിൻ ആണോ മോനെ ആദ്യം ഡാൻസ് ചെയ്യുന്നേ? നോക്കട്ടെ ആരാണെന്ന്. എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഇന്ന് നിങ്ങളോട് ടീച്ചർ എന്താ ചെയ്യാൻ പറഞ്ഞേ? ബോഡി പാർട്സിന്റെ 10 ബോഡി പാർട്സ് അല്ലേ? അതായത് ഏതൊക്കെയാണ് അതെന്ന് ഒന്ന് ശ്രദ്ധിച്ചോ. ഹെഡ്, ഇയർ, മൗത്ത്, ഷോൾഡർ, ഐ, നോസ്, നെക്ക്, എൽബോ, ചെസ്റ്റ്, സ്റ്റൊമക്. ഇത്രയും നന്നായിട്ട് എഴുതിയിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോ ടീച്ചർ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നേ. ആരാന്ന് ആദ്യം പാട്ടുപാടിയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന നോക്കട്ടെ. ഒരാള് മാത്രം, ആദ്യം ഒരാള്. ആരാ ചെയ്യുന്നേ? ആദ്യം ഒന്ന് പറഞ്ഞേ. ആദ്യം ആരാ ചെയ്യാൻ പോന്നേ? ദേവപ്രിയാന്നോളെ? ഭവിക ചെയ്യുന്നുണ്ടല്ലേ? എല്ലാവരും ഭവികേനെ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ട് ഭവികേനെ മാത്രം അൺമ്യൂട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഭവിക, തുടങ്ങല്ലേ മോളെ? ഭവിക ഓക്കെ, ഭവിക ഒന്ന് ചെയ്തേ മോളെ. എന്താ ഭവിക നമുക്ക് വേണ്ടി പാട്ടും പാടുന്നുണ്ട്, ഡാൻസും ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. ഭവിക തുടങ്ങിക്കോ മോളെ.
ചിരിതൂരി കളിയാടി വാവാ കണ്ണ ഇങ്ങൊരു വായോരമ്പാടി കണ്ണ വാവാ ചിരിതൂരി കളിയാടി വാവാ കണ്ണ ഇങ്ങൊരു വായോരമ്പാടി കണ്ണ വാവാ പൊന്നൂട കുഴലൂതി വാവാ കണ്ണ പൊന്നൂട കൊയലൂതി വാവാ കണ്ണ മലമേഘ കൊയലു പോലെ വാവാ കണ്ണ മലമേഘ കൊയലു പോലെ വാവാ കണ്ണ 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 ചിരിതൂരി കളിയാടി വാവാ കണ്ണ ഇങ്ങൊരു വായോരമ്പാടി കണ്ണ വാവാ. ഓക്കെ മോളെ ഭവികെ. ഓക്കെ, എല്ലാവരും ഭവികക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. നന്നായിട്ടുണ്ടല്ലേ ഭവിക? ഭവിക അന്ന് ചെയ്തതല്ലേ? എല്ലാവരും ഭവികക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തു. ഭവിക നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? നമ്മുടെ ക്ലാസ്സിന്റെ ഇന്നത്തെ ടൈം ഏകദേശം കഴിയാൻ പോവാണ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരാളല്ലേ? എല്ലാവരും നല്ല പാട്ടും നല്ല ഡാൻസും ഒക്കെ പഠിച്ചു വെച്ചിട്ട് വരണം അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വേറൊരാള് ഒരു പാട്ടും ഒരു ഡാൻസും അല്ലേ? ഓക്കെ, ബൈ ബൈ ബൈ. Bye bye. ഓക്കെ.